2028 ഇന്ത്യയുടെ സുവർണ വർഷമായിരിക്കും. 2028 ഇന്ത്യ മൂന്നാമത്തെ സമ്പദ്ഘടനയായി മാറും. ആഗോള ധനകാര്യ സേവന സ്ഥാപനമായ അമേരിക്കയിലെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ കുതിച്ചുചാട്ടത്തെപ്പറ്റി പറയുന്നത്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 2028 $5.7 ലക്ഷം കോടി ഉയരുമെന്നും മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പറയുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഏഴാം വർഷമായ 2035 അത് $10.6 ലക്ഷം കോടി മാറുമെന്നും മോർഗൻ സ്റ്റാൻലി പ്രവചിക്കുന്നു. ഇന്ത്യയുടെ സമ്പദ്ഘടന ഇപ്പോഴേ ലോകത്തെ നാലാമത്തേതായി മാറിക്കഴിഞ്ഞു. 2023 വെറും $3.5 ലക്ഷം കോടി മാത്രമായിരുന്ന ഇന്ത്യൻ സമ്പദ്ഘടന 2026 $4.7 ലക്ഷം കോടി ആയി. 2028 ഇന്ത്യയുടെ സമ്പദ്ഘടന $5.7 ലക്ഷം കോടി ആകുന്നതോടെ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയെ ഉയരും എന്നാണ് മോർഗൻ സ്റ്റാൻലി പ്രവചിക്കുന്നത്. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ $1 ലക്ഷം കോടി സമ്പദ്ഘടനയാകും. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുടെ മൊത്തം ആഭ്യന്തരോൽപാദനം 2035 $1 ലക്ഷം കോടി ഉയരുമെന്നും മോർഗൻ സ്റ്റാൻലി പ്രവചിക്കുന്നു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ. ലോകത്തിലെ മികച്ച 20 സമ്പദ്ഘടന എടുക്കുക. ഈ സംസ്ഥാനങ്ങൾ അതിനുള്ളിൽ പെടും. കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച കാണിച്ച 3 സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. സമ്പദ്ഘടനയുടെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവയാണ്. അടുത്ത ദശകത്തിൽ ഇന്ത്യയായിരിക്കും ആഗോള വളർച്ചയുടെ 20% സംഭാവന ചെയ്യാൻ പോകുന്നത് എന്നും മോർഗൻ സ്റ്റാൻലി പറയുന്നു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിൽ സംഭാവന ചെയ്യും. ഈ വികസനത്തിൽ ഭാരത്മാല, PM ഗതിശക്തി, സാഗർമാല, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, ഉഡാൻ എന്നീ സംസ്ഥാനങ്ങളുടെ കൂടി നേതൃത്വത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് വലിയ പങ്കുണ്ടായിരിക്കും. ഊർജം, ജലം, നഗരവികസനം എന്നീ മേഖലകളിൽ ഇന്ത്യ കൂടുതൽ പണം മുടക്കും. മാത്രമല്ല, ഇന്ത്യയുടെ സമ്പദ്ഘടന ഇപ്പോഴേ ലോകത്തെ നാലാമത്തേതായി മാറി എന്ന് IMF ഡേറ്റ വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കാര്യം നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം 2025 മെയ് മാസത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. ജപ്പാന്റെ ആഭ്യന്തരോൽപാദനം $4.186 ലക്ഷം കോടി ആണ് എങ്കിൽ ഇന്ത്യയുടേത് ഇപ്പോൾ തന്നെ $4.187 ലക്ഷം കോടി ആയി കഴിഞ്ഞുവെന്നും IMF കണക്കുകൾ സൂചിപ്പിക്കുന്നു. വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യയായിരിക്കും ഏറ്റവും സുരക്ഷിതമായ അഭയസ്ഥാനമെന്നും JP മോർഗൻ അഭിപ്രായപ്പെട്ടിരുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഇന്ത്യയിൽ ഉണ്ടായ 10 വലിയ മാറ്റങ്ങൾ ഇങ്ങനെയെന്നും മോർഗൻ സ്റ്റാൻലി പറയുന്നുണ്ട്. ആദ്യത്തേത് രാജ്യത്തെ നയപരിഷ്കാരങ്ങളാണ്. കോർപ്പറേറ്റ് നികുതിയിൽ തുല്യത കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നിക്ഷേപം വർദ്ധിച്ചു. 1 ഡസനിലധികം കേന്ദ്ര സംസ്ഥാന നികുതികളെ GSTയുടെ കീഴിലാക്കി. ഏകീകൃത നികുതി സംവിധാനം കൊണ്ടുവന്നു. ദേശീയപാതകൾ, ബ്രോഡ്ബാൻഡ് വരിക്കാർ, പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി, വൈദ്യുതീകരിച്ച റെയിൽവേ റൂട്ടുകൾ തുടങ്ങിയ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ വളർച്ച ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചുവെന്നും മോദി സർക്കാർ റിയൽ എസ്റ്റേറ്റ് അഥവാ റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം നടപ്പിലാക്കിയതിന് ശേഷം പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടുള്ള സബ്സിഡി കൈമാറ്റത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് കടം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ GDPയുടെ 50% എന്നും മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു. കോർപ്പറേറ്റ് മേഖലയിലെ വളർച്ച സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. കയറ്റുമതി വിപണി വിഹിതം 2031 ഇരട്ടിയിലധികമായി 4.5% ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും 2032 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം $2,200 നിന്ന് $5,200 ഉയരുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. 2014 മുതൽ ഇന്ത്യയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് അമേരിക്കൻ നിക്ഷേപക സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി പറയുന്നത്. ലോക ഭൂപടത്തിൽ ഇന്ത്യ നിർണായക സ്ഥാനത്തെത്തി എന്നും വരും വർഷങ്ങളിൽ ഏഷ്യയുടെയും ലോകത്തിന്റെ തന്നെ വളർച്ചയുടെ പ്രധാന ഘടകമായി മാറുമെന്നും മോർഗൻ സ്റ്റാൻലി പ്രവചിച്ചിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ രാജ്യം എങ്ങനെ മാറ്റിയെന്നും അദ്ദേഹത്തെ അധികാരത്തിൽ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ മോർഗൻ സ്റ്റാൻലി വിശകലനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ അടുത്ത ദശകത്തിലെ വളർച്ച 2007-11 വർഷത്തിലെ ചൈനയുടെ വളർച്ചയ്ക്ക് സമാനമായിരിക്കും. GDPയും ഉൽപാദന മേഖലയിലെ വളർച്ചയും ഇന്ത്യക്ക് അനുകൂലമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2013 ഉണ്ടായിരുന്നതിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യ വ്യത്യസ്തമാണ് എന്നും ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ ഓഹരി വിപണി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വളർച്ചയിൽ എത്തി നിൽക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.